സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഒരു വലിയൊരു ദുഃഖത്തിന്റെ ഇതിലാണുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, സകലകലാ വല്ലഭനായ നമ്മുടെ ശ്രീനിവാസൻ സാറ് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു. അത് മാത്രവുമല്ല, മലയാളത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് ഇനിയും ഒരുപാട് കഥകൾ നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്തിനധികം പറയുന്ന നായക സങ്കല്പങ്ങളെ തന്നെ വലിച്ചെറിഞ്ഞ, അതായത് അതിനൊക്കെ മാറ്റിമറിച്ച ഒരു സംഭവമാണ്. ഒരു കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജയറാം, മമ്മൂട്ടി, അതുപോലെ തന്നെ മോഹൻലാല്, അതിനു മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ നസീർ, അങ്ങനെയുള്ള ആൾക്കാർ, അവർക്ക് മാത്രമേ നായകനാകാൻ കഴിയുള്ളൂ എന്നുള്ള ആ ഒരു സങ്കല്പം ചിന്താവിഷ്ടയായ ശ്യാമള പോലെ, തലയണ മന്ത്രം പോലെ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഇറക്കിക്കൊണ്ട് ശ്രീനിവാസൻ അതൊക്കെ എന്ന് പറഞ്ഞാൽ ചവറ്റുകോട്ടയിലിട്ടു. കാരണം എല്ലാവർക്കും നായകനാകാം, സൗന്ദര്യം ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള തരത്തിൽ. നമുക്കറിയാം ശ്രീനിവാസൻ എത്രത്തോളം സൗന്ദര്യമുണ്ടെന്ന്. അതുപോലെ തന്നെ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് രസകരമായ കഥകൾ ശ്രീനിവാസൻ്റെതുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നും പോയിട്ട് ഒരു തരംഗം തന്നെയാണ് മലയാള സിനിമയിലെ ശ്രീനിവാസൻ സൃഷ്ടിച്ചത്. തലൈവറായ രജനീകാന്ത് വരെ എന്നാണ്, രജനീകാന്തിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് അവര് മദ്രാസിൽ ജീവിച്ച കഥകളും കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട്. അപ്പോ നമ്മുടെ മമ്മൂക്ക ഇന്ന് വന്നപ്പോഴേ അദ്ദേഹത്തിന്റെ ഓർമ്മകള്, അതായത് മമ്മൂക്കയ്ക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. മമ്മൂക്ക തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ആദ്യമായിട്ട് 500 രൂപയുടെ ഒരു ചെക്ക് തന്നത് ശ്രീനിവാസനാണ്. മേള എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചതിന് എനിക്കൊരു പ്രതിഫലം തന്നത് ശ്രീനിവാസനാണ്. അതുപോലെ മേള എന്ന് പറയുന്ന സിനിമയിൽ ഡബ്ബ് ചെയ്തത് ശ്രീനിവാസനാണ്. അതുപോലെ മമ്മൂട്ടിയുടെ പല സിനിമകളിലും ശബ്ദം കൊടുത്തത് ശ്രീനിവാസൻ തന്നെയാണെന്ന് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 1980 കാലഘട്ടത്തിൽ ശ്രീനിവാസന്റെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്കയുടെ വീട്ടിൽ പോവുകയാണ്. കല്യാണമാണ്, വലിയ പാർട്ടിയോ കാര്യങ്ങളൊന്നുമില്ല, അറിയിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോഴേ മമ്മൂക്കയുടെ ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, അയാൾക്ക് എന്തുകൊണ്ട് കുറച്ച് പൈസ കൊടുത്തില്ല? അയാൾ അത് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകുമില്ലേ, അയാൾക്ക് വേണ്ടി വരും, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? ഇല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. ഏതായാലും മമ്മൂക്കയുടെ സ്നേഹനിധിയായ ഭാര്യയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. ശ്രീനിവാസന് സാമ്പത്തികമായിട്ടുണ്ട്, ഇന്നത്തെ പോലെയല്ല, പ്രതിഫലങ്ങളൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. ചില സിനിമകളിലൊക്കെ മമ്മൂക്കയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ കൂടി അഭിനയിക്കുന്നത് എന്നല്ലാതെ വലിയ പ്രതിഫലമോ കാര്യങ്ങളോ ഒന്നുമില്ല. മമ്മൂക്കയ്ക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അയാൾ ഒരു വക്കീലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അയാൾക്ക് കുറച്ച് സാമ്പത്തികം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസനെ പോയി കാണുകയും 500 രൂപ എടുത്ത് കൊടുക്കുകയും ചെയ്തു. കാരണം 500 രൂപ എന്ന് പറഞ്ഞൊരു വലിയ തുകയാണ്, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതിന് പിന്നെ ഇങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയും ശ്രീനിവാസനും തമ്മിലൊരു വലിയ ബോണ്ട് തന്നെയാണ്. പല കാര്യങ്ങൾക്കായാലും ഇനി എന്തൊക്കെ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും അവര് തമ്മിൽ ഇതുവരെ തെറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരെ മറിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ, അദ്ദേഹം ശ്രീനിവാസനുമായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തതാണ്. രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ദാസനെയും ബിജിനെയും പോലെയുള്ള ആൾക്കാരെ നമ്മൾ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. അങ്ങനെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും മോഹൻലാല് ഇടക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിവാസനുമായിട്ട് ഒരു ചെറിയൊരു വിള്ളൽ ഉണ്ടാക്കിയിരുന്നു. അത് മോഹൻലാൽ അല്ല കാരണം, മോഹൻലാലിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ കുറച്ച് സിൽബന്തികളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂർ ഏതൊരു സിനിമ എടുത്തു, ആ സിനിമ മോഹൻലാലിനെ കളിയാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുകയും അവർ തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുകയും നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞ് കുറേ നാളുകൾ ശ്രീനിവാസനുമായിട്ട് യാതൊരു കണക്ഷനും അതായത് മോഹൻലാലിനുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലാലേട്ടൻ മനസ്സിലൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഞാൻ പറയും, ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറമേ നിന്നും ഒരുപാട് ആൾക്കാരുണ്ടാകും. ആ ശ്രീനിവാസൻ കണ്ടോ, നിങ്ങളെ പറ്റി പറയുന്നത് കണ്ടോ, ആ ശ്രീനിവാസൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരുടെ ചെവിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ മോഹൻലാലുമായിട്ട് ചെറിയൊരു പിണക്കം ഉണ്ടെങ്കിലും മമ്മൂക്കയുമായിട്ട് ഒരു തരത്തിലുള്ള പിണക്കവും ഉണ്ടായിട്ടില്ല. മമ്മൂക്കയുടെ പ്രിയപ്പെട്ട ശ്രീനി തന്നെയാണ് നമ്മുടെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് അവിടെ മമ്മൂക്ക വന്നപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള, നമുക്കെല്ലാവർക്കും മമ്മൂക്കയുടെ മുഖത്ത് നിന്നും വായിച്ചെടുക്കാം അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത്, അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ എന്തുമാത്രം ഓർമ്മകളാണ് പോകുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ് ഇപ്പോൾ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നടനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് എനിക്ക് തോന്നുന്നത് സത്യൻ അന്തിക്കാടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയും മാത്രമാണ്. വേറെ ആരും അദ്ദേഹത്തെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കാര്യങ്ങളും എല്ലാം അറിയുന്ന ഒരാളാണ് സത്യൻ അന്തിക്കാട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മമ്മൂക്കയുമായിട്ട് ഒരു പിണക്കമോ കാര്യങ്ങളോ ഇതുവരെ നമ്മുടെ ശ്രീനിവാസൻ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം പറഞ്ഞാൽ ശ്രീനിവാസൻ ഭാഗ്യവാനാണ്. 2 മക്കളും
സിനിമയിലുണ്ട്. 2 മക്കളും അത്യാവശ്യം നല്ല പേരോടുകൂടി തന്നെ പോവുകയാണ്. ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാല് ശ്രീനിവാസൻ തന്നെ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയൊരു മകനായിരുന്നു. ഇവനെ കൊണ്ടൊന്നും കഴിയില്ല, അല്ലെങ്കിൽ ഇവന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുണമില്ല, ഇവനാണെങ്കിൽ നശിച്ചു പോയല്ലോ എന്നുള്ള ഒരു ആദി ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഇന്റർവ്യൂ സ്റ്റാർ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശ്രീനിവാസൻ ഒരു ഭാഗ്യവാൻ തന്നെയാണ്, ഒരു ഭാഗ്യവാനായ അച്ഛൻ തന്നെയാണ്. മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സിനിമയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊന്നും ഇന്നുവരെ പറയിക്കുന്ന കാര്യത്തിനോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ അതിൽ അഭിമാനിക്കാം, അഭിമാനത്തോടു കൂടി മടങ്ങാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകളും കഥാപാത്രങ്ങളും നമുക്ക് തന്നു. ഇനിയും ഒരുപാട് കഥകൾ നമുക്ക് വരുമായിരുന്നു. ആരെയും ഭയമില്ല ഒരു വ്യക്തി തന്നെയാണ് ശ്രീനിവാസൻ. ഇന്നും സന്ദേശം പോലെയുള്ള, തലയണ മന്ത്രം പോലെയുള്ള അങ്ങനെയുള്ള സിനിമകൾ TV-യിൽ വന്നു കഴിഞ്ഞാൽ നാടോടിക്കാറ്റാണെങ്കിൽ പറയേ വേണ്ട, നമ്മളെല്ലാവരും ഓടിപ്പോയി കാണുന്നത് എന്തുകൊണ്ടാണ്? ശ്രീനിവാസൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ മിനിമം ഗ്യാരണ്ടി ഇപ്പോഴും ശ്രീനിവാസൻ ഉണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് മിനിമം ഗ്യാരണ്ടി തന്നെയാണ്. ഏത് നടൻ അഭിനയിച്ചു കഴിഞ്ഞാലും ശ്രീനിവാസൻ അതിൻ്റെ അകത്ത് ഒരു റോളിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ സിനിമ വേറൊരു തലത്തിലേക്ക് പോകും. ആ ഒരു സിനിമ നമുക്ക് എന്താ പറയണ്ടത്, രസിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസന് നല്ലൊരു മാർക്കറ്റും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അദ്ദേഹം അത്രത്തോളം അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ചെയ്തിട്ടില്ല. ഇന്നുള്ള നടന്മാരെ പോലെ ഒരു പടം ഹിറ്റായി അടുത്ത പടത്തിന് വിളിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഓൺ ലക്ഷങ്ങൾ കോടികളാണ് പിന്നീട് ചോദിക്കുന്നത്. നേരെ മറിച്ച് ശ്രീനിവാസനെ പോലെയുള്ള ഒരാള് അങ്ങനെ പണത്തിന് പിന്നാലെ ഓടിയിട്ടില്ല. ആ മനുഷ്യൻ ഓടിയത് മുഴുവൻ തന്നെ കലക്ക് പിന്നാലെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പടത്തിനും അദ്ദേഹത്തിന്റെ ഡേറ്റിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അധികം അത് വേണ്ട, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഓടുന്നില്ല. ഒരു പടം ഇറങ്ങണം, ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ വരണം, പ്രൊഡ്യൂസറിന് പൈസ കിട്ടണം എന്നുള്ള നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു ശ്രീനിവാസൻ. അതുകൊണ്ട് അങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആക്ഷേപഹാസ്യങ്ങൾ ഒരുപാട്. ഈ തെരഞ്ഞെടുപ്പ് പോലും, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മൾ ശ്രീനിവാസന്റെ സന്ദേശം എന്ന് പറയുന്ന സിനിമ ഓർക്കാത്ത മലയാളികളില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ അകത്തുള്ള നമ്മുടെ ശങ്കരാടിയുടെ കഥാപാത്രം തന്നെ ഒരു വലിയ ഉദാഹരണം തന്നെയാണ്. പിന്നെ ഇന്നസെന്റിന്റെ കഥാപാത്രം, മാമുക്കോയുടെ കഥാപാത്രം, അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ആൾക്കാർ തന്നെയാണ് അതിലെ കഥാപാത്രങ്ങൾ. ഇപ്പൊ ശങ്കരാടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ പല ആൾക്കാരും അതേപോലെ ഉണ്ട്. അതുപോലെ ഇന്നസെന്റിന്റെ കാര്യം എടുത്താല് പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മാമുക്കോയ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ശ്രീനിവാസന്റെ ബലം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരൊന്നും ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ഒടുകിലുണ്ണികൃഷ്ണൻ മറന്നുപോയിട്ടാ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവരൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് ഇപ്പോൾ സത്യൻ അന്തിക്കാടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ അവസാനം അഭിനയിച്ച അല്ലെങ്കിൽ അവസാനം തിരക്കഥ എഴുതിയ ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമ പോലും സംവിധാനം ചെയ്തു. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ലെവലിൽ ഓടിയ പടങ്ങളാണ്. അപ്പൊ അങ്ങനെ ഈ കാശിന് വേണ്ടിയിട്ട് പുറകെ നടക്കാതെ കലക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ. ഏതായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹം ഇപ്പോഴെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നാളെ ഇവിടുന്ന് നമ്മളെല്ലാവരെയും അതായത് എന്നേക്കുമായി മറയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വളരെയധികം ദുഃഖത്തോടു കൂടിയിട്ട് ശ്രീനിവാസ സാറിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.